രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം വളരെ പ്രശസ്തിയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ്. ഷാഫിയുടെ ഇഷ്യൂ വന്നപ്പം പുള്ളി ചാടി, പുറത്ത് ചാടി. അതിനു മുമ്പ് എന്തൊക്കെയാണ് രാഹുലിന് എവിടെയും കാല് കുത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സഖാക്കളും BJPക്കാരും ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? രാഹുൽ പുറത്ത് ചാടി. ഇപ്പം എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. ഇപ്പം BJP തന്നെ ചിലർ രാഹുലിൻ്റെ പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുന്നുമുണ്ട്. അതിപ്പം നാട്ടുകാർക്കിടയിൽ ചർച്ചാ വിഷയമായി. കോമഡി ആവട്ടെ ഇവരുടെ ഈ കാര്യങ്ങൾ. രാഹുലിൻ്റെ ഇഷ്യൂ കിട്ടി, രാഹുലിൻ്റെ പുറത്തോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഷാഫി വന്നു, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ ആ ടോപ്പിക്ക് വിട്ട്. കഷ്ടമുണ്ട്. സ്ഥാനത്തിന് വേണ്ടിയും വോട്ടിന് വേണ്ടിയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. പൊതുജനത്തിന് പട്ടിയുടെ വില. സ്ഥാനം കിട്ടുന്നവരെ ഇങ്ങനെ നിൽക്കും. അതാണല്ലോ നാട്ടിൽ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു സെറ്റപ്പിൽ രാഹുലും ഷാഫി ഈ രണ്ടുപേരെ അടിച്ച് താഴെ ഇട്ടാൽ ഇവിടെ അടുത്ത ഇലക്ഷന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പ്രതീക്ഷ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കിടയിലുണ്ട്. DYFI, SFI അവരെല്ലാം അതാണ് ഇങ്ങനെ ചാടിച്ചാടി നിന്ന സമയത്ത് രാഹുൽ അവരുടെ ഇടയിൽ കൂടെ ചാടിപ്പോയി. രാഹുൽ പരിപാടിയൊക്കെ പങ്കെടുക്കുന്നുണ്ട്. BJPക്കാർ തന്നെ രാഹുലിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ BJP പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ രാഹുൽ പാലക്കാട് ഒരു പൊതുപരിപാടിക്ക് കാലുകുത്തിയാൽ പ്രതിഷേധിക്കും എന്ന് ഭീഷണി മുഴക്കുമ്പോൾ BJPയുടെ തന്നെ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് നഗരസഭാ ചെയർപേഴ്സൺ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം റോഡിലൂടെ നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ വലിയ നാണക്കേടാണ് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ചെയർപേഴ്സൺ പ്രമീള ശശിധരനെതിരെ ആയുധമാക്കുകയാണ് ജില്ലാ നേതൃത്വം. ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വേദി പങ്കിട്ട നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നിലപാട് ഇപ്പോൾ നേതൃത്വം തള്ളുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊട്ടും ബഹളമൊക്കെ ആയിട്ടാണ് പ്രമീള രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നടന്ന ആ പരിപാടിക്ക് പോയത്. ഇപ്പോൾ BJP നേതാക്കളാരും രാഹുലിനൊപ്പം വേദി പങ്കിടുന്നതാണ് പാർട്ടി നിലപാടെന്നും രാഹുൽ രാജിവെക്കും. പാലക്കാട് MLAയോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവർ ഇന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. എന്തായാലും യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്ന കാര്യം വ്യക്തമാണ്. കാരണം അത്രയ്ക്ക് കടുത്ത വിഭാഗീയതയാണ് പാലക്കാട് നഗരത്തിൽ. അപ്പോൾ ജില്ലാ അധ്യക്ഷനിട്ട് പണി കൊടുത്തതാണോ എന്ന സംശയം കൂടി ഉണ്ട്. അതേസമയം ചെയർപേഴ്സനെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ് ഈ കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗത്തിന്റെ നേതാക്കളിൽ ഒരാളായ മുതിർന്ന നേതാവ് നഗരസഭാ കൌൺസിൽ അംഗവുമായ N ശിവരാജൻ. ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് പ്രമീള ശശിധരൻ പോയെന്നും രാഹുൽ വരുന്ന കാര്യം അറിയില്ലായിരുന്നെന്നും ശിവരാജൻ പറയുകയാണ്. പരിപാടി തുടങ്ങാനായപ്പോഴാണ് അവിടെ ആര് പങ്കെടുക്കുന്നത് അവർക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടം വരുന്നു, കൗൺസിൽ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അതില്ല, ഈ രാഹുൽ പങ്കെടുക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല. റോഡ് തടുക്കും കാലുകുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ CPM ആ അസംബ്ലിയിൽ അവര് 99 MLA-മാരൊപ്പം ഇയാൾ പോയിരുന്നപ്പോ അവരൊന്നും ചെയ്തില്ലല്ലോ. ഹാത്തിഫ് ചേരുകയാണ്. ഹാത്തിഫ്, രാഹുൽ പങ്കെടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ശിവരാജൻ പറയുന്നത്. പക്ഷേ പരിപാടിക്ക് വന്നപ്പോൾ തന്റെ കൺമുന്നിൽ കണ്ടത് പിന്നെ രാഹുൽ ദ്രാവിഡനെയാണോ എന്നാണ് വരുന്ന ചോദ്യം. ഒപ്പം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണല്ലോ. സത്യത്തിൽ ഈ ജില്ലാ അധ്യക്ഷന്റെ പണിയതാണോ ശിവരാജൻ ഗ്രൂപ്പ്? എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെയാണ് അനുഭവം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രമീള ശശിധരൻ എന്ന നഗരസഭാ ചെയർപേഴ്സണെ ഒരു പരിപാടിയിൽ, അതായത് മിനി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ നടന്ന ഒരു പരിപാടിയിൽ ഈ നഗരസഭാ ചെയർപേഴ്സണെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആ പരിപാടി നടത്തിയത്. അതിന് പിന്നാലെ തന്നെ വലിയ കടുത്ത അതൃപ്തിയിൽ തന്നെയായിരുന്നു ഈ നഗരസഭാ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെയാണ് തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ ഈ പ്രമീള ശശിധരൻ പങ്കെടുക്കുകയും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പ്രമീള ശശിധരൻ വരികയും ചെയ്തത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ ദിവസങ്ങളിൽ പാലക്കാട്ടെ BJP സംബന്ധിച്ച് ശുഭവാർത്തയല്ല. പ്രശ്നങ്ങൾ കൂടുതൽ പ്രശാന്തും അവരുടെ പാർട്ടിയും തെക്കോട്ട് നോക്കി നിൽക്കാവുന്നേ ഉള്ളൂ. രാഹുലിൻ്റെ പ്രശ്നമെല്ലാം ഒതുങ്ങി. അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്ന് രാഹുൽ ചാടി. ഇനി എന്നാന്നുകൊണ്ടാണ് രാഹുലിനെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുന്നത്? എത്ര തവണ ബ്ലോക്ക് ചെയ്യും? എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യും? നിങ്ങൾ എന്തൊക്കെ ബ്ലോക്ക് ചെയ്ത് അവിടെ ചെല്ലും. സ്വന്തം പാർട്ടിയിൽ തന്നെ പല കേസുകൾ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഇരിക്കുന്ന അണ്ണന്മാരൊക്കെ, ബഹുമാനപ്പെട്ട അണ്ണന്മാരൊക്കെ പുണ്യാത്മാക്കളല്ലേ. സ്വന്തം കണ്ണിൽ തടിയിരിക്കുമ്പം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നു. അതാണ് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത്. അപ്പോൾ കമ്മികളും സംഘികളും പരിശ്രമിക്കുക. രാഹുലിനെ മാക്സിമം ബ്ലോക്ക് ചെയ്യുക. വഴിയെല്ലാം അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അയാളെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. പുറത്തിറക്കല്ലേ അയാളെ. ഇതൊക്കെ പറയുമ്പോൾ നീ ആരാടാന്ന് ചോദിക്കും. ഞാൻ ഈ വോട്ട് കൊടുക്കുന്നവൻ കേരള ജനതയെപ്പെടും. കമൻ്റ് ഇടാൻ വന്നതല്ലേ, ഇട്ടോ. നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കമൻ്റോളികളല്ലേ, ഇട്ടോ. സംഘികൾ, കമ്മികൾ, തള്ളയ്ക്ക് എന്തെങ്കിലും വിളിക്കാനല്ലേ വരുന്നത്. അതില്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.